സൂര്യ സിന്ധു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉള്ളത് നമ്മുടെ സ്വന്തം ബ്രാഞ്ചായ പറക്കാട്ടിൻ്റെ എറണാകുളം MG റോഡിലുള്ള ബുള്ളാൻ ജംഗ്ഷനിലുള്ള ഷോറൂമിൽ തന്നെയാണ്. ഈ ഷോറൂം ഇപ്പോൾ എല്ലാവർക്കും പരിചിതമാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി എന്തായാലും ഞാൻ ഷോറൂം പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ചെറിയ മാലകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെനിക്ക് തോന്നി അങ്ങനെയുള്ള കുറച്ച് സ്പെഷ്യലായിട്ടുള്ള വരുന്ന ഡിസൈനുകളൊന്ന് കാണിച്ചേക്കാമെന്ന്. ഒത്തിരി ഒന്നുമില്ല, ഒരു 2-3 ഡിസൈനാണ് കാണിക്കുന്നത് നമുക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള മാലകൾ. ഇപ്പം നമ്മൾ താലിമാലയൊക്കെ ഇട്ട് ഫംഗ്ഷന് പോണ ഒരു പ്രവണത എല്ലാവർക്കും മാറി. പ്രത്യേകിച്ച് അമ്മമാരായാലും ചേച്ചിമാരായാലും അമ്മായിമാര് അപ്പച്ചിമാര് അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉള്ള എന്നാൽ അധികം പ്രായം വരാത്ത സ്ഥാനം കൊണ്ട് ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് പ്രായം വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ടൊക്കെ ഒരുങ്ങി പോകണം. അമ്മായി ആണെങ്കിലും ചേച്ചിയാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഒരുങ്ങി പോകണം. നമ്മളുടെ ഉള്ളിലുള്ള ഒരു നമ്മളെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ ഇപ്പോൾ. അപ്പം അതുകൊണ്ട് നമുക്ക് നന്നായി പോകണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ട് ഇപ്പോൾ പഴയ കാലത്തുള്ള ഇതുപോലെയുള്ള താലിമാലകളൊക്കെ എല്ലാവരും ഉപേക്ഷിച്ചു തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള മാലകൾ യൂസ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം വന്നു. അങ്ങനെയാണ് ഈ മാലകൾ ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയത്. അപ്പം ഇതിൽ വേറെ ഒന്നുമില്ല. ഇതിനിപ്പോൾ അധികം മാലകളൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല. ഒറ്റയ്ക്കൊരു മാലയെ യൂസ് ചെയ്യൂ. ഞാൻ നെക്കിലിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നമുക്കിപ്പോൾ കഴുത്തിൽ ഇത്ര ഇറക്കത്തിൽ വരും. അങ്ങനെയുള്ള മാലകൾ അതിൻ്റെ ഒപ്പം അതേ സ്റ്റോണിൽ തന്നെ വരുന്ന ചെറിയ ജിമിക്കയോ ചെറിയ സ്റ്റഡുകളോ അത് ഓരോരുത്തരുടെ ടേസ്റ്റാണ്. ഇപ്പം നമ്മളിതിന് ജിമിക്കയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് ഡിസൈൻ. അപ്പം ഞാനിപ്പോൾ ഇത് ഒരെണ്ണം കാണിച്ചു. അടുത്ത മാല കണ്ടോ, ഇങ്ങനെ. അപ്പം അതേപോലെയുള്ളൊരു ഇതൊരു ഒരു ഗ്രീനും മെറൂണും കെമ്പ് സ്റ്റോണിൻ്റെ കളറിലാണ് വരുന്നത്. പിന്നെ നമ്മളുടെ ഈ ഓർണമെൻറ്റ്സിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ചെട്ടിനാടാട്ടോ. 916ൻ്റെ ഒരു മഞ്ഞ കളറ് ഈ ആഭരണങ്ങൾക്ക് ഇല്ല. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന നെക്ലസിനില്ല. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമുക്ക് ബ്രൈഡായിട്ട് ഒരുങ്ങുന്ന കുട്ടികൾക്ക് മാല ഇതുപോലെ സെറ്റ് ചെയ്യുമ്പോൾ ഈ വലിയൊരു ഇങ്ങനെ ഒരു നെക്ലസ് ഇടും. അതിൻ്റെ തൊട്ട് താഴെ ഇതുപോലെ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൽ നമുക്ക് ഇതുപോലുള്ള മാലകൾ ചൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതുപോലുള്ള മാലകൾ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി കൂടിയും ഈ മാലകൾ ഉപയോഗിക്കാം. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ഫംഗ്ഷന് പോകുമ്പോൾ അവർക്ക് ഒരു മാല മാത്രം ഇട്ട് പോകേണ്ട കാര്യങ്ങൾ വരുമ്പോഴും ഈ മാല ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ കൂടെ കാണിച്ച ഒരു ജിമിക്കയുടെ ഒരു പാറ്റേൺ നോക്കി, എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. ഇത് നമ്മുടെ ഷോപ്പിൽ വന്നപ്പോൾ തന്നെ ഇതെനിക്ക് എല്ലാവരും കാണിക്കണമെന്ന് തോന്നി. ഇതിൽ ഈ ഒരു പോർഷൻ മൊത്തം ലക്ഷ്മിയാണ്, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും ഒരു വെറൈറ്റി ഉള്ളൊരു തട്ട് ജിമിക്കയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സംഭവം കേട്ടോ ഇത്. അത് നിങ്ങളൊന്ന് കാണിക്കാൻ വന്നതാണ്. പിന്നെ അതുപോലെ അടുത്തൊരു ഡിസൈൻ കാണിക്കാം. ഒരു ലക്ഷ്മി മാലയാണ്, കണ്ടോ. ഇതും എന്തൊരു ഭംഗിയാണെന്നറിയോ. എല്ലാവർക്കും തോന്നുന്നില്ലേ, ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇതുപോലൊരു മാലയൊക്കെ ഇട്ട് പോകുകയാണെങ്കിൽ എന്ത് രസമാണ്. അതും ഇതുപോലെ ബ്രൈഡിനാണെങ്കിലും ഒരു മൂന്നാമത്തെ മാല, ശരിക്കും മൂന്നാമത്തെ ഒരു മാലയുടെ ഒരു അല്ലെങ്കിൽ രണ്ടാമതോ മൂന്നാമതോ നിൽക്കുന്ന ഒരു മാലയുടെ വലിപ്പത്തിലാണ് ഇത്. പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ, ഇതുപോലെ വട്ടക്കണ്ണിയൊക്കെ ഉണ്ട്. നമുക്ക് ത്രെഡ് ഇടാം. ഏത് ലെങ്ത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് കുറച്ച് കൂട്ടിയിടാനും പറ്റും, മാക്സിമം കുറച്ചിടാനും പറ്റും. ആ രീതിയിലാണ് നമ്മളൊരു 7 പിടി ഇറക്കത്തിലാണ് ഈ മാല നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ഇടണമെങ്കിലും ഇടാം, നമുക്ക് കൂട്ടത്തിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇടാം. അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനും കൂടിയുണ്ട്. വേറൊരു ഡിസൈനും ഇങ്ങനെയുണ്ട്. അത് നെക്കിലിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതും എങ്ങനെയാണ്. ഇപ്പം ഞാൻ കാണിച്ച മാലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തിരിയും കൂടി വലിപ്പമുണ്ട് കേട്ടോ. ഇത്തിരി കൂടി വലിപ്പമുണ്ട്, എന്നാലും അത്യാവശ്യം ഭംഗിയുള്ള മാലയാണ്. ഒരു കൂട്ടത്തിലേക്ക് ഇടുമ്പോൾ നല്ല ലുക്കാണ് ഇതിന്. പിന്നെ ഞാൻ ഒരു മാലയും കൂടി കാണിച്ചു തരാം. ഇതുപോലെ ഇതും ഒരു ലക്ഷ്മി മാലയാണ്, കണ്ടോ. ഇതും ഒരു ലക്ഷ്മി മാലയാണ്. ഇതിലിപ്പോൾ ഒരു ഗ്രീൻ സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ സ്റ്റോൺ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മളുടെ പറക്കാട്ടിൻ്റെ മാലകൾക്ക് ഇപ്പം നമ്മളിവിടെ കാണിക്കുന്ന ഡിസൈൻ മാത്രമല്ല കേട്ടോ, നമുക്ക് ഏത് കളറിലും ഏത് സ്റ്റോൺ വെച്ചും നമ്മൾ ആഗ്രഹിക്കുന്ന വലുപ്പത്തിലും ആഗ്രഹിക്കുന്ന ഡിസൈനിലും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതായതുകൊണ്ട് നമ്മളുടെ ആഭരണങ്ങളുടെ ഡിസൈന് ഒരിക്കലും ഇല്ല എന്ന് പറയേണ്ടി വരാറില്ല. നമുക്ക് എന്താണോ ഇഷ്ടം അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട്
നമ്മളുടെ മനസ്സിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ജ്വല്ലറി ഇപ്പൊ കുറെ പേര് പറയത്തില്ലേ പറക്കാടിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡിസൈൻ അല്ല. ഇപ്പൊ നമ്മൾ ഏത് ജ്വല്ലറിയുടെ അടുത്തുനിന്ന് വന്നാലും ആ ജ്വല്ലറിയിലെ ഡിസൈൻ്റെ ഫോട്ടോ കൊണ്ട് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും. അതുപോലെ ഒരു ഇമിറ്റേഷൻ ജ്വല്ലറി, അതായത് ലാക്കർ കോട്ടിങ്ങിൽ ചിലർ ഒത്തിരി കസ്റ്റമർ വരുന്നുണ്ട്, അവർക്ക് അതിൽ കണ്ടു ഇഷ്ടം തോന്നി, പക്ഷെ നമുക്ക് കുറച്ചും കൂടി ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടണം, അതിനു വേണ്ടി പറക്കാട്ടിൽ അത് കസ്റ്റം ചെയ്ത് തരണം എന്ന് പറഞ്ഞൊക്കെ വരാറുണ്ട്. അങ്ങനെയും നമുക്ക് ഓർഡർ വരും. അതുകൊണ്ട് നമ്മളുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഓൾ ജ്വല്ലറിയും നമ്മുടെ ഡിസൈനിൽ വരും കേട്ടോ. കാരണം ഒരു കസ്റ്റമർക്ക് എന്താണോ ചെയ്ത് എടുക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ നിങ്ങൾ ഷോപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈൻ അവിടെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം ആ ഡിസൈനിൽ കൊണ്ടുവരണമെങ്കിലും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അത് വലിയൊരു സാഹചര്യമായിട്ട് അല്ലെങ്കിൽ വലിയൊരു സാധ്യതയായിട്ട് നിങ്ങൾ എല്ലാവരും അതിനെ കണക്കാക്കണം. ഞങ്ങളോട് ആവശ്യങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. ഞാൻ എനിക്കും കൂടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മളിപ്പോൾ ഇത്തിരി വീതിയുള്ള ഡിസൈൻ എല്ലാം പറഞ്ഞു, പക്ഷെ ഞാൻ വേറൊന്നും കൂടി കാണിക്കാം. ഇതുണ്ട് പേൾമാല. പേൾമാലയിലും ഇതുപോലെ ചെറിയ ലോക്കറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഇതിൽ ലക്ഷ്മി അങ്ങനെ ഒന്നുമില്ല, ഏത് കാസ്റ്റിലുള്ളവർക്കും ഉപയോഗിക്കാം, അമ്മമാർക്കും യൂസ് ചെയ്യാം. കണ്ടോ ഇതുപോലെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇതേ 1-2 പേൾമാലയും കൂടി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പേളിന് മാത്രമല്ല, കോറല്, ഗാർനെറ്റ്, എന്ത് ഡിസൈനിലും ഏത് സ്റ്റോണിലും വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ രീതിയിൽ നീണ്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്ന് ഞാൻ നിർത്തുവാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങൾ എന്നോട് പറയണം. അപ്പോൾ ഇനി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.